പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ISL എന്ന് ആരംഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ISLന്റെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ടപ്പോൾ സിലിസ് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഒക്ടോബർ 9 ISL ആരംഭിക്കുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. ബ്രോഡ്കാസ്റ്റിംഗ് ഡീലൊക്കെ പൂർത്തിയായാൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നതായിരിക്കും. ആദ്യം സെപ്റ്റംബറിൽ ISL ആരംഭിക്കുമെന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ അത് ഒക്ടോബറിലേക്ക് നീണ്ടുപോയേക്കുമെന്നാണ് ഇപ്പോൾ സിലിസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ISL സീസണിൽ കളിക്കുമെന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ക്ലബ്ബ് തേടുകയാണ്. വരുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടി പോകുമെന്നുള്ള ചോദ്യത്തിനുള്ള മാർക്കസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടി പോവാനോ അല്ലെങ്കിൽ ISL നിന്നും പിന്മാറാനോ അത് ചെറിയ ക്ലബ്ബൊന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ക്ലബ്ബാണ് എന്നും ക്ലബ്ബ് പൂട്ടി പോവില്ല എന്നുമാണ് മാർക്കസ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല വരുന്ന ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമെന്നുള്ള സൂചന കൂടി മാർക്കസ് നൽകുന്നുണ്ട്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന ഈ ഒരു പരിശീലകൻ വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. അതിനു മുൻപ് കഴിഞ്ഞ സീസണിൽ റെലഗേറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ക്ലബ്ബായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നതുമായി ബന്ധപ്പെട്ട് സിലിസ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു. ഈ ക്ലബ്ബ് ആഷ്ലി വെസ്റ്റ്വുഡുമായി കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കും. കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ ആഷ്ലി വെസ്റ്റ്വുഡ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായി തിരിച്ചെത്തും. അല്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.